जय राधा माधव कुंज बिहारी। जय राधा माधव कुंज बिहारी। गोपीजन वल्लभा गिरिवरधारी। यशोदानन्दना भज यशोदानन्दना भज जगदीशना। यमुनातीरावनचारी। जय राधा माधव कुंज बिहारी। जय राधा माधव कुंज बिहारी। गोपीजन वल्लभा गिरिवरधारी। गोपीजन वल्लभा गिरिवरधारी। यशोदानन्दना भज जगदीशना। यशोदानन्दना भज यमुनातीरावनचारी। यमुनातीरावनचारी। जय राधा माधव कुंज बिहारी। जय राधा माधव कुंज बिहारी। हरे कृष्णा कृष्ण कृष्णा हरे हरे। हरे राम 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 हरे हरे। Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama,
Rama Rama Hare Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare. Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare. Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare Krishna, Hare Krishna, Krishna Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare.
Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare जय विष्णुपाद परमहंस परिव्राजकाचार्य अष्टोत्तर सदश्री श्रीमद अभय चरणारविंद भक्ति वेदांत स्वरूपाद की जय विष्णुपाद परमहंस परिव्राजकाचार्य अष्टोत्तर सदश्री श्रीमद शील भक्ति सिद्धांत सरस्वती ठाकुर प्रपाद की जय अनंत कोटि वैष्णव वृंद की जय नवाचार्य श्री हरिदास ठाकुर की श्रीमद भगवत गीता की पिताई गौर प्रेमानंदे। ഹരേ കൃഷ്ണ. ഭഗവത്ഗീത യഥാരൂപം അധ്യായം 15 ശ്ലോകം 16. 15ാമത്തെ അധ്യായത്തിലെ 16ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അധ്യായം 15 ശ്ലോകം 16.
ദ്വാമിമോ പുരുഷൗ ലോകേ ക്ഷരസാക്ഷരമേവ ച ക്ഷരഃ സർവാണി ഭൂതാനി കൂടസ്ഥോക്ഷര ഉച്യത്തെ ദ്വാമിമോ പുരുഷൗ ലോകേ ക്ഷരസാക്ഷര ഏവ ച ക്ഷരഃ സർവാണി ഭൂതാനി കൂടസ്ഥോക്ഷര ഉച്യത്തെ ദ്വാമിമോ പുരുഷൗ ലോകേ ക്ഷരസാക്ഷര ഏവ ച ക്ഷരഃ സർവാണി ഭൂതാനി കൂടസ്ഥോക്ഷര ഉച്യത്തെ ദ്വാമിമോ പുരുഷൗ ലോകേ ക്ഷരസാക്ഷര ഏവ ച ക്ഷരഃ സർവാണി ഭൂതാനി കൂടസ്ഥോക്ഷര ഉച്യത്തെ ദ്വാമിമോ പുരുഷൗ ലോകേ ക്ഷരസാക്ഷര ഏവ ച സർവാണി ഭൂതാനി കൂടസ്ഥോക്ഷര ഉച്യത്തെ ദ്വാമിമോ പുരുഷോ ലോകേ ക്ഷരസാക്ഷര ഏവ ച ക്ഷരസാക്ഷരമേവ ച സർവാണി ഭൂതാനി കൂടസ്ഥോക്ഷര ഉച്യത്തെ ദ്വാമിമോ പുരുഷോ ലോകേ ക്ഷരസാക്ഷരമേവ ച സർവാണി ഭൂതാനി കൂടസ്ഥോക്ഷര ഉച്യത്തെ ദ്വാമിമോ പുരുഷോ ലോകേ ക്ഷരസാക്ഷര ഏവ ച സർവാണി ഭൂതാനി കൂടസ്ഥോക്ഷര ഉച്യത്തെ ദ്വാമിമോ പുരുഷോ ലോകേ ക്ഷരസാക്ഷര ഏവ ച സർവാണി ഭൂതാനി കൂടസ്ഥോക്ഷര ഉച്യത്തെ ദ്വാമിമോ പുരുഷോ ലോകേ ക്ഷരസാക്ഷരമേവ ച സർവാണി ഭൂതാനി കൂടസ്ഥോക്ഷരമുച്യത്തെ ദ്വാമിമോ പുരുഷോ ലോകേ ക്ഷരസാക്ഷരമേവ ച സർവാണി ഭൂതാനി കൂടസ്ഥോക്ഷരമുച്യത്തെ ദ്വാമിമോ പുരുഷോ ലോകേ ക്ഷരസാക്ഷരമേവ ച സർവാണി ഭൂതാനി കൂടസ്ഥോക്ഷരമുച്യത്തെ ദ്വാമിമോ പുരുഷോ ലോകേ ദ്വാമിമോ പുരുഷോ ലോകേ ക്ഷരസാക്ഷരമേവ ച സർവാണി ഭൂതാനി കൂടസ്ഥോക്ഷരമുച്യത്തെ ദ്വാമിമോ പുരുഷോ ലോകേ ക്ഷരസാക്ഷരമേവ ച സർവാണി ഭൂതാനി കൂടസ്ഥോക്ഷരമുച്യത്തെ ദ്വാമിമോ പുരുഷോ ലോകേ ക്ഷരസാക്ഷരമേവ ച സർവാണി ഭൂതാനി കൂടസ്ഥോക്ഷരമുച്യത്തെ എന്താർത്ഥം? ലോകേ ലോകത്തിൽ ശരഹ ച ശരണെന്നും വീഴ്ച പറ്റാത്തവനെന്നും അക്ഷര ഏവ ച അക്ഷരനെന്നും തെറ്റുപറ്റാത്തവനെന്നും ഇമൗ ദൗ പുരുഷ രണ്ട് പുരുഷന്മാരുണ്ട്. ശരഹ തെറ്റുപറ്റാവുന്നത്, സർവാണി ഭൂതാനി സകല ഭൂതങ്ങളുമാകുന്നു. അക്ഷരഹ തെറ്റുപറ്റാത്ത, കൂടസ്ഥഃ ഏകീഭാവത്തിൽ ഉച്യത്തെ പറയപ്പെടുന്നു.
വിവർത്തനം ഭാവാർത്ഥം കൃഷ്ണ കൃപാമൂർത്തി ശ്രീ ശ്രീമദ് അഭയചരണാരവിന്ദ ഭക്തിവേദം സംപ്രൂപാത് ശീല പ്രഭുപാദി. വിവർത്തനം: പുരുഷന്മാർ രണ്ടു വിധം, തെറ്റു പറ്റാവുന്നവരും അല്ലാത്തവരും. ഭൗതിക ലോകത്തിലെ ജീവാത്മാക്കളെല്ലാം തെറ്റു പറ്റാവുന്നവർ ആകുന്നു. ആധ്യാത്മിക ലോകത്തിലുള്ള ജീവാത്മാക്കൾക്ക് തെറ്റുപറ്റുകയില്ല. ഭാവാർത്ഥം: ഭഗവാൻ വ്യാസദേവനായി അവതരിച്ച് വേദാന്ത സൂത്രം രചിച്ചു എന്ന് മുമ്പ് പറഞ്ഞുവല്ലോ. ഇവിടെ ആ വേദാന്ത സൂത്രങ്ങളുടെ പൊരുൾ സംക്ഷിപ്തമായി പ്രതിപാദിക്കുന്നു. എണ്ണിയാൽ ഒടുങ്ങാത്ത ജീവസത്തകളെ പൊതുവെ രണ്ടായി തിരിക്കാം: തെറ്റ് പറ്റാവുന്നവയും അല്ലാത്തവയും. പരമപുരുഷന്റെ നിത്യ വിഭിന്നാംശങ്ങളാണ് ജീവസത്തകൾ. ഭൗതിക ലോകത്തോട് ബന്ധപ്പെട്ടിരിക്കുമ്പോൾ ജീവഭൂതർ എന്ന് പറയുന്നു. ക്ഷര സർവാണി ഭൂതാനി എന്നതുകൊണ്ട് അവർക്ക് വീഴ്ച പറ്റാം എന്നർത്ഥം. ഭഗവാനോട് ഏകീഭവിച്ചിട്ടുള്ളവർ ആകട്ടെ വീഴ്ചകളില്ലാത്തവരും. ഏകീഭവിക്കുക എന്നതുകൊണ്ട് അവർക്ക് വ്യക്തിത്വമില്ലെന്നർത്ഥമാകുന്നില്ല, അനേകമില്ലെന്ന് മാത്രമാണ് അതിനർത്ഥം. സൃഷ്ടിയുടെ ഉദ്ദേശത്തിന് അനുകൂലരാണ് ആ ജീവാത്മാക്കൾ. ആത്മീയ ലോകത്തിൽ സൃഷ്ടി എന്നൊന്നില്ല. എങ്കിലും വേദാന്ത സൂത്രത്തിൽ പറയുന്നത് പോലെ സർവബഹിസ്ഫുരണങ്ങളുടെ ഉത്പത്തി ഭഗവാനിൽ നിന്നാകയാൽ ഈ ആശയം സ്വീകാര്യമാണ്. ഭഗവത് വചനം അനുസരിച്ച് ജീവസത്തുകൾ രണ്ടു വിധത്തിലുണ്ട്. ഇതിനെക്കുറിച്ച് വേദങ്ങൾ തെളിവ് നൽകുന്നതിനാൽ സംശയത്തിന് ഇടയില്ല തന്നെ. മനസ്സും പഞ്ചേന്ദ്രിയങ്ങളുമായുള്ള ബന്ധത്താൽ ജീവസത്തകൾ അസ്ഥിരങ്ങളായ ഭൗതിക ശരീരങ്ങളിൽപ്പെട്ട് മുഴങ്ങുന്നു. ജീവൻ ബദ്ധനായിരിക്കുന്ന കാലത്തോളം ഭൗതിക സമ്പർക്കത്താൽ ശരീരത്തിന് മാറ്റങ്ങൾ സംഭവിക്കും. ഭൗതിക പദാർത്ഥങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നത് കൊണ്ട് ജീവസത്തകൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്ന് തോന്നുകയാണ്. ആധ്യാത്മിക ലോകത്തിൽ ദേഹം പദാർത്ഥം നിർമ്മിതമല്ല, അതുകൊണ്ട് അതിന് മാറ്റവുമില്ല. ഭൗതിക ലോകത്തിൽ ജീവികൾക്ക് 6 വിധം മാറ്റങ്ങളാണ് ഉണ്ടാവുക: ജനനം, വളർച്ച, സ്ഥിതി, പ്രത്യുത്പാദനം, ക്ഷയം, നാശം എന്നിവയാണവ. ഇവയെല്ലാം ഭൗതിക ശരീരത്തിന്റെ മാറ്റങ്ങളാണ്. ആധ്യാത്മിക ലോകത്തിൽ ശരീരത്തിന് മാറ്റങ്ങളില്ല. വാർദ്ധക്യമോ ജനന മരണങ്ങളോ ഇല്ല. എല്ലാം ഏകഭാവത്തിൽ വർത്തിക്കുന്നു. ക്ഷരസർവാണി ഭൂതാനി. ആദിമ സൃഷ്ടിയായ ബ്രഹ്മാവ് മുതൽ ഒരു ചെറിയ ഉറുമ്പ് വരെയുള്ള ജീവജാലങ്ങൾക്ക് ശാരീരിക മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. ഭൗതിക സത്തയുടെ സമ്പർക്കമാണ് ഇതിന് കാരണം. ക്ഷരങ്ങളാണവ. ആധ്യാത്മിക ലോകത്തിലാകട്ടെ ജീവാത്മാക്കൾ എന്നും മുക്തരും ഏകീഭൂതരും ആണ്. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതമേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം ഏന ഭൂതലെ സ്വയം രൂപകഥാമഹ്യം ദദാന്തി സുപദാന്തികം. വന്ദേഹം ശ്രീഗുരു ശ്രീപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗരജാതം സഹനഗണാദാമൃതന്തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീ രാധാകൃഷ്ണ പാദാൻ സഹനദാംശ്ച. ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലെ ശ്രീമദേ ഭക്തി വേദാന്ത സ്വാമി വിഘ്നാമിനെ നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശകാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. പഞ്ചകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യൈവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് 15-ാമത്തെ അധ്യായത്തിലെ 16-ാമത്തെ ശ്ലോകമാണ്. പുരുഷോത്തമ യോഗം എന്ന അധ്യായത്തിലെ അവസാനത്തെ 5 ശ്ലോകങ്ങളാണ് നമുക്ക് ബാക്കിയുള്ളത്. നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടില്ല, വളരെ പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകമായിരുന്നു അല്ലെ. സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മത്തസ്പൃതിജ്ഞാനം അപോഹനം ച വേദേശ സർവേ അഹമേവ വേദ്യോ വേദാന്ത കൃത്വേദ വിദേവ ചാഹം അല്ലെ. അതില് വ്യക്തമായിട്ടും ഭഗവാൻ പറയുന്നുണ്ടല്ലേ, സർവ്വ ജീവികളുടെ ഹൃദയത്തിലും ഭഗവാൻ വാഴുന്നുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് സ്മരണയും ജ്ഞാനവും മറവിയും തരുന്നതും ഭഗവാനാണ്. നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. ഒരു വ്യക്തിക്ക് ഭഗവാനെ ഓർക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ഭഗവാൻ തന്നെ ആ ഓർമ്മശക്തി കൊടുക്കും. അതേസമയത്ത് ഒരു വ്യക്തിക്ക് ഭഗവാനെ മറക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ശക്തി കൊടുക്കുന്നവരാണ് ഭഗവാൻ തന്നെയാണ്. അതേസമയത്ത് ഒരു വ്യക്തിക്ക് ഭഗവാനെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ആ ജ്ഞാനം കൊടുക്കുന്നതും ഭഗവാനാണ് എന്ന കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇന്നത്തെ ശ്ലോകത്തിൽ നമുക്കിപ്പം വീണ്ടും ഇതിനെപ്പറ്റി ഇപ്പം 2 തരത്തിലുള്ള ജീവാത്മാക്കളെ പറ്റിയാണ് ഇതിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. പുരുഷന്മാർ അപ്പം 2 വിധത്തിലുള്ള ജീവാത്മാക്കളാണ് ഉള്ളത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇപ്പൊ ശരനും അക്ഷരനും എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ തെറ്റ് പറ്റാവുന്നവരും തെറ്റ് പറ്റാത്ത ആൾക്കാരും എന്നുള്ള രീതിയിലാണ്.
അപ്പോൾ തെറ്റ് പറ്റിയ ആൾക്കാരാണ് നമ്മളെല്ലാവരും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഭൂമി ലോകത്തിൽ ഇരിക്കുന്നത്. തെറ്റ് പറ്റാത്ത ആൾക്കാർ ആരാണ്? അവരാണ് ആധ്യാത്മിക ലോകത്തിൽ ഭഗവാന്റെ കൂടെ ഉള്ളത്. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എത്രയോ എണ്ണിയാൽ തുടങ്ങാത്ത ജീവസത്യങ്ങൾ ഉണ്ടെങ്കിലും ഇതിനെ രണ്ടായിട്ട് തിരിക്കാൻ നമുക്ക് സാധിക്കുന്നു. അല്ലെ? നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ 84 ലക്ഷം യോനികൾ ഉണ്ടെങ്കിലും ആ യോനികൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഈ ഭൗതിക ലോകത്തിൽ വന്നിരിക്കുന്ന എല്ലാവരും തെറ്റുപറ്റിയ ആൾക്കാരാണ്. അപ്പൊ എന്താണ് തെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭഗവാനെ മറന്നൊക്കെ ആസ്വദിക്കുന്ന ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ലോകത്തിൽ വന്നിരിക്കുന്നത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെ? അപ്പൊ നമ്മൾ ചിന്തിക്കണം, എന്തിനാണ് ഭഗവാൻ എന്തിനാണ് നമ്മൾ സേവനം ചെയ്യേണ്ടത്? ഞാൻ ഭഗവാൻ ആയിക്കൂടെ എന്ന് ചിന്തിച്ചപ്പോഴാണ് നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ പല പല നമ്മൾ നോക്കുകയാണെങ്കിൽ ജീവാത്മാക്കൾ പല ഭൗതിക ശരീരങ്ങൾ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഉറുമ്പ് മുതൽ ബ്രഹ്മാവരിക്ക് നമ്മൾ ഒരു ജീവാത്മാവ് പല ശരീരങ്ങൾ എടുത്തിരിക്കുകയാണെന്നാണ് നമുക്കിവിടെ അറിയാൻ സാധിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ഭഗവാനെ മറന്നത് കൊണ്ടാണ് നമുക്ക് ഈ ബുദ്ധിമുട്ടുകൾ വരുന്നത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭഗവാൻ ഓർക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു രീതിയിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ഒരു വ്യക്തിക്ക് എപ്പോഴും ഒരു സ്വാതന്ത്ര്യമുണ്ട്, എപ്പോഴും ഒരു ഫ്രീ വിൽ ഉണ്ട്. അപ്പൊ നമ്മൾ ആ തെറ്റായ ഒരു സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ വന്ന ശേഷവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഒരിക്കലും ഭഗവാൻ ചിന്തിക്കുന്നില്ല എന്നെ നീ മറന്നല്ലോ അതുകൊണ്ട് നീ എന്നും ഈ ഒരു ഭൗതിക ലോകത്തിൽ ഇരിക്കണം എന്ന് ചിന്തിക്കുന്നില്ല. ഭഗവാൻ എന്താ ചെയ്യുന്നത്? ഭഗവാന്റെ കാരുണ്യം ഭഗവാന്റെ നാമത്തിലൂടെയും ഭക്തന്മാരിലൂടെയും ശ്രീവിഗ്രഹത്തിലൂടെയും ശാസ്ത്രങ്ങളോടൊക്കെ നമുക്ക് തന്നിരിക്കുകയാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ ആത്മാർത്ഥമായ ഒരു വ്യക്തി ചിന്തിക്കുകയാണ്, എനിക്ക് തിരിച്ച് ഭഗവാന്റെ അടുത്തുള്ള ആ സ്നേഹബന്ധം പ്രസ്താവിക്കുന്ന ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് ഭഗവാൻ തന്നെ പല രീതിയിലൂടെ അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള വഴി സന്നദ്ധമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തെറ്റുപറ്റി എന്ന് പറയുന്നുണ്ടല്ലോ അല്ലെ? നമ്മൾ ഭഗവാനെ മറന്നിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ ഭഗവാനെ മറക്കുക, എന്തുകൊണ്ടാണ് നമ്മൾ ഭഗവാനെ മറന്നത്? ശരിക്കും നമ്മൾ ചിന്തിക്കുകയാണ്, എനിക്ക് എൻജോയർ ആണോ അല്ലെങ്കിൽ ഞാൻ ആസ്വദിക്കണം എന്ന ചിന്താഗതി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഭൗതിക ലോകത്തിൽ വന്നിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടെങ്കിൽ ഒരിക്കലും ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ ലോകത്തിൽ ഇരിക്കാൻ സാധിക്കില്ല എന്ന കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ഭൗതിക ലോകത്തിൽ വന്ന ശേഷം നമുക്ക് ചിന്തിക്കാം, ഇതേ ചിന്താഗതി നമ്മൾ അകത്തുണ്ട് അല്ലെ? നമുക്ക് പലപ്പോഴും ചിന്തിക്കില്ല, ഞാൻ പറയുന്ന പോലെ എല്ലാവരും കേൾക്കണം, അല്ലെങ്കിൽ ഞാൻ പറയുന്നതാണ് ശരി. അപ്പൊ എന്നെ ബഹുമാനിക്കാത്ത വ്യക്തികളടുത്ത് എനിക്ക് റെസ്പെക്ട് ഇല്ല, അല്ലെങ്കിൽ അവരോട് ഞാൻ കൂട്ടുകൂടില്ല. അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുകയാണ്, ഇപ്പൊ എന്നെ പ്രകീർത്തിക്കുന്ന ആൾക്കാരോട് അവരെ എന്റെ കൂട്ടുകാരാണ്, എന്നെ പറ്റി കുറ്റം പറയുന്ന ആൾക്കാരെ ഞാൻ മാറ്റി നിർത്തും. നമ്മൾ പല രീതിയിൽ നമ്മൾ അങ്ങനെ ചിന്തിക്കുകയാണ്. അതേ ചിന്താഗതി നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചിന്താഗതി നമ്മൾ അകത്തുണ്ട് അല്ലെ? നമ്മൾ ചിലപ്പോൾ ജസ്റ്റ് തിയററ്റിക്കലി അല്ല, പ്രാക്ടിക്കലി നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും ഓരോ വ്യക്തികളുടെ ഹൃദയത്തിന് ആ ഒരു ചിന്താഗതി ഉണ്ട്, ഞാൻ എന്ന ചിന്താഗതി. അപ്പൊ എപ്പോഴാണോ ഞാൻ എന്ന ചിന്താഗതി മാറ്റിയിട്ട് എപ്പോഴാണ് ഞാൻ ഭഗവാന്റെ അംശമാണെന്നും എനിക്ക് ഭഗവാനെ സേവനം ചെയ്യുകയാണ് എന്റെ ആക്ച്വലി നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റേറ്റിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി പ്രവർത്തിക്കുമ്പോഴാണ് ഒരു വ്യക്തി തിരിച്ച് ആദ്യത്തെ ലോകത്തിലോട്ട് കടക്കുന്നത്, ആദ്യത്തെ പാതയിൽ കടക്കുന്നത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു പൂ എടുക്കുകയാണ് അല്ലെ? ഇപ്പൊ നല്ല മനോഹരമായിട്ടുള്ള പൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പൂ ചിന്തിക്കുകയാണ്, ഞാൻ എന്തിനാണ് ഈ ചെടിയുടെ കൂടെ നിൽക്കുന്നത്? ഞാൻ ഈ ചെടിയിൽ നിന്ന് മാറി കഴിഞ്ഞാൽ എനിക്ക് സ്വാതന്ത്ര്യം കിട്ടുമല്ലോ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പൂവിന് ഒരു നിമിഷം കൂടി നിൽക്കാൻ സാധിക്കില്ല അല്ലെ? ആ പൂ എന്ത് സംഭവിക്കും? ഉണങ്ങി വളർന്ന് താഴെ വീണു പോകും. അതേസമയത്ത് പൂ ചിന്തിക്കുകയാണ്, ഞാൻ ഈ ചെടിയുടെ കൂടെ നിൽക്കുമ്പോഴാണ്, എനിക്ക് ഈ വൃക്ഷത്തിന്റെ പേരിൽ വെള്ളം ഒഴിക്കുമ്പോഴാണ് എനിക്ക് യഥാർത്ഥമായിട്ടുള്ള ആ ഒരു മനോഹാരിത കിട്ടുന്നതെന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് എന്ത് സംഭവിക്കും? അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തി, അങ്ങനെ പൂ ചിന്തിക്കുമ്പോൾ എന്ത് സംഭവിക്കും? പൂവിന് എന്നും അതിന്റെ മനോഹാരിത നിലനിർത്താൻ സാധിക്കും. അതേസമയത്ത് ചിന്തിക്കുകയാണ്, ഞാൻ ഈ ചെടിയെ വിട്ടിട്ട് തിരിച്ചു വരാൻ സ്വതന്ത്രമായിട്ട് ആക്ട് ചെയ്യാമെന്ന് ചിന്തിക്കുമ്പോഴാണ് അത് മാറിപ്പോകുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഓരോ ജീവാത്മാക്കളും ഇതുപോലെ തന്നെയാണ്. നമ്മൾ ഭഗവാനെ മറന്നത് കൊണ്ടാണ് നമുക്ക് ഈ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത്. അതേസമയത്ത് നമ്മൾ ഭഗവാനെ ഓർക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബുദ്ധിമുട്ടുകൾ നമ്മൾ ആക്ച്വലി എന്താണ്, ജന്മമൃത്യു ജരാവധി എന്ന ചക്രത്തിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കും എന്നാണ് നമുക്ക് ഈ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു തരുന്നത്. അപ്പൊ അത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും നമ്മളത് മനസ്സിലാക്കുകയാണെങ്കിൽ പ്രാവർത്തിയാക്കാൻ വളരെ അത്ര ഈസി അല്ല നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. കാരണം എന്താണ്, നമ്മൾ ചിലപ്പോൾ ക്ലാസ് കേൾക്കുമ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കും, ഞാൻ ഭഗവാന്റെ അംശമാണ്, ഞാൻ എല്ലാവർക്കും ബഹുമാനം കൊടുക്കണം, അല്ലെങ്കിൽ ഞാൻ ബാക്കി എല്ലായിടത്തും ഒരേ മൈത്രി ഭാഗത്തോടെ കാണണം എന്നുള്ള ചിന്ത നമുക്ക് ഉണ്ടാവും. പക്ഷെ നമുക്ക് പലപ്പോഴും പ്രാക്ടിക്കലായിട്ട് ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് ആ ഒരു രീതിയിലൂടെ നമുക്ക് അതിനെ പ്രാക്ടീസ് ചെയ്യാൻ പലപ്പോഴും സാധിക്കാറില്ല. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ചിന്താഗതി വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് അത് സാക്ഷാത്കരിച്ച ഒരു ആധ്യാത്മിക ഗുരുവിൽ നിന്ന് ശിക്ഷണം എടുത്താൽ മാത്രമാണ് ഒരു വ്യക്തിക്ക് പൂർണ്ണമായിട്ടും അതിനെ ജീവിതത്തിൽ പകർത്താൻ സാധിക്കുക. അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ എനിക്കിവിടെ ഇരുന്നോട് പറയാൻ പറ്റുമായിരുന്നു, പക്ഷെ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ഫെയിൽ ആവും ചിലപ്പോൾ ജീവിതത്തിൽ. അപ്പോൾ നമുക്കത് മനസ്സിലാക്കിയ വ്യക്തികളും അതിൽ നിന്ന് കേൾക്കുമ്പോഴും ആണ് നമുക്ക് പൂർണ്ണമായിട്ടും ആ ഒരു രീതിയിലൂടെ നമുക്ക് എല്ലാവരെയും കാണാൻ സാധിക്കുക. അപ്പം ഇതിൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. അപ്പം ശരത് സർവാണി ഭൂതാനി, അപ്പം വീഴ്ച പറ്റാം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ
ഭൗതികലോകത്തിലെ എല്ലാ വ്യക്തികളും വീഴ്ച പറ്റിയ വ്യക്തികളാണ്, അത് വളരെ വ്യക്തമാണ്. അപ്പൊ എത്ര നമ്മൾ ചിന്തിക്കുകയാണ് എനിക്ക് എത്ര കഴിവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും. ഭഗവാനെ മറന്നുകൊണ്ടാണ് ഞാൻ ഭൗതികലോകത്തിൽ വന്നിരിക്കുന്നത്. അപ്പൊ ആ വീഴ്ചയെ തിരുത്താനുള്ള ഒരു അവസരമാണ് ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ആ കാരുണ്യമാണ് ഭക്തന്മാരുടെ സംഘവും ഭഗവാന്റെ നാമവും അതുപോലെ നമുക്ക് ഗ്രന്ഥങ്ങളൊക്കെ നമുക്ക് തിരിച്ചു തന്നിരിക്കുന്നു. അപ്പൊ ഏതൊരു വ്യക്തിയാണോ ഈ ഒരു കാരുണ്യത്തിനെ എടുത്തുകൊണ്ട് അദ്ദേഹം ഈ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം അല്ലെങ്കിൽ പ്രയോറിറ്റി എന്ന് പറയുന്നത് അതാണ് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ആ ലക്ഷ്യത്തിലെത്താൻ സാധിക്കും എന്നാണ് ഭഗവാൻ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ പറയുന്നുണ്ട്, ഇതിലൊരു ഇത് കൂടി പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇതിൽ പറയുന്നത് കൂടസ്ഥോക്ഷര ഉച്ചത എന്ന് പറയുന്നത്. അപ്പം അത് മനസ്സിലാക്കാം. ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ഏകീഭവിക്കുക എന്നതുകൊണ്ട് അവർക്ക് വ്യക്തിത്വമില്ല അർത്ഥമാകുന്നില്ല എന്ന കാര്യമാണ് പറയുന്നത്. അനേകമില്ലെന്നാണ് മാത്രമാണ് അർത്ഥം. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ പലപ്പോഴും ഭഗവത്ഗീതയുടെ പല ശ്ലോകങ്ങളും നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്ന സമയത്ത് അപ്പൊ നമ്മൾ ചിലപ്പോൾ അത് വായിക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും ഏകീഭവിക്കുക എന്നുള്ള അർത്ഥം കൊണ്ട് ചിന്തിക്കുന്നതാണ് നമ്മൾ ഭഗവാൻ ഒന്നാമെന്നാണ് നമ്മൾ ചിന്തിക്കുക പലപ്പോഴും. അല്ലെ, പല ഭഗവത്ഗീതയ്ക്ക് കമന്ററി ചെയ്ത് പല വ്യക്തികളും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പലപ്പോഴും ആ ഒരു രീതിയിലാണ് പ്രസന്റ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വളരെ വ്യക്തമായിട്ട് ഇത് പറയുന്നതാണ് അനേകമില്ലെന്നാണ് അതിന്റെ അർത്ഥം. ഏകീഭവിക്കുന്ന അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണ് വ്യക്തിത്വം ഇല്ലാതാവുന്നില്ല. ഒരു വ്യക്തിക്ക് എപ്പോഴും വ്യക്തിത്വം ഉണ്ടാവും. അതുകൊണ്ടാണ് നമുക്കറിയാം ഭഗവത്ഗീതയിൽ തന്നെ ഓൾറെഡി ഭഗവാൻ തന്നെ അതിൽ പറയുന്നത് അല്ലെ, 2-ാം അധ്യായത്തിൽ 12-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് നത്തവിഭാവം ജാതുനാശം നത്തം നിയമേ ജനാധിപ ചൈവ ഭവിഷ്യാമ സർവൈവ അലപ്പരം അല്ലെ. അതിൽ പറയുന്നു യുദ്ധം ചെയ്യുന്ന തൊട്ട് മുമ്പായിട്ട് അർജുനടുത്ത് പറയുന്നുണ്ട് അല്ലെ ഭഗവാൻ, അതായത് അർജുന ഞാനും നീയും അന്ന് മുതലേ ഉണ്ടായിരുന്നു, ഈ കാണുന്ന ജീവാത്മാക്കളും അന്നേ ഉണ്ടായിരുന്നു, ഇന്നും ഇരിക്കുകയാണ്, ഈ ഭാവിയിൽ അവർ ഉണ്ടാകും എന്നുള്ള വ്യക്തമായിട്ടും അവിടെ ഭഗവാൻ പറയുന്നുണ്ട്. അപ്പം ഒരു വ്യക്തി ജീവാത്മാവിന്റെ വ്യക്തിത്വം ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. അപ്പം ഭൗതിക ലോകത്തിലൊരു വ്യക്തി ആധ്യാത്മിക ലോകത്തിൽ പോകുന്ന സമയത്ത് ആധ്യാത്മിക ലോകത്തിൽ അദ്ദേഹം ഒരു ജീവാത്മായിട്ട് തന്നെ ഇരിക്കും. അപ്പം ഭൗതിക ലോകത്തിൽ അദ്ദേഹം ഭൗതിക ശരീരം എടുക്കണം, പക്ഷെ ആധ്യാത്മിക ലോകത്താണെങ്കിൽ അദ്ദേഹത്തിന് ആധ്യാത്മികമായിട്ടുള്ള ശരീരം ഇവിടെ ലഭിക്കുകയായിരിക്കും. അപ്പൊ അതാണ് അതിൽ മനസ്സിലാക്കേണ്ടത്. അപ്പം മായാവാദികളായിട്ടുള്ള ആൾക്കാരെന്ന് പറയും അല്ല നമ്മൾ ഭഗവാൻ ഒന്നാണ്. അപ്പൊ അവർ ചിലപ്പോൾ പറയുന്നതാണ് നമ്മൾ ഭഗവാനെ മറന്നിരിക്കുകയാണ്, അപ്പൊ നമ്മൾ തിരിച്ച് ഭഗവാൻ ലോകത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഭഗവാനായിട്ട് ഒന്നാവും എന്ന് അവർ പറയും. അപ്പൊ അങ്ങനെ നമ്മൾ ഭഗവാൻ ആണെന്നുണ്ടെങ്കിൽ ഭഗവാനെ മറന്നിരിക്കുകയാണെങ്കിൽ മറവിൽ ഭഗവാനെക്കാളും വലുതാണ് അല്ലെ. നമ്മൾ നോക്കണം ഭഗവാനെ മറന്നിരിക്കുകയാണ് ഞാൻ. അപ്പോൾ അപ്പൊ ഭഗവാനായിട്ട് വ്യക്തിക്ക് മറവി എന്നുള്ള കാര്യം സംഭവിക്കുകയാണെങ്കിൽ മറവി എന്ന് പറയുന്നത് ഭഗവാനെക്കാളും വലുതാണ്. അപ്പൊ അങ്ങനെ ഒരിക്കലും നമ്മൾ ലോജിക്കലി അതിന് നമുക്ക് ആക്ച്വലി പ്രൂവ് ചെയ്യാൻ സാധിക്കില്ല. കാരണം എന്താണ്, ഒരു ഭഗവാൻ എന്ന വ്യക്തി എന്നും ഭഗവാനായിരിക്കും. അല്ലാതെ അദ്ദേഹത്തിന് ചിലപ്പോൾ ഒരു സമയത്ത് മറന്നിരിക്കുന്നു, അപ്പൊ ഞാൻ ഭഗവാൻ ആവുന്നില്ല, പിന്നെ ഞാൻ ഭഗവാൻ ആവുന്നു, അങ്ങനെ ഒരു ഇതില്ല. ഭഗവാൻ എന്ന് പറഞ്ഞാൽ എന്നും ഭഗവാനാണ്. അപ്പൊ അത് വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഏതൊരു വ്യക്തിയാണ് ഒരു പ്രാമാണികമായിട്ട് ഒരു ഗുരുശിഷ്യ പരമ്പരയിൽ നിന്നും നമ്മൾ ഇതിനെ ഭഗവത്ഗീതയെ മനസ്സിലാക്കണം. ആ വ്യക്തിക്കാണ് യഥാർത്ഥമായിട്ട് ഭഗവത്ഗീതയെ മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ റീസെന്റ് ഉപാദ് ലീലാമൃതയിൽ വായിച്ചപ്പോൾ അതിലൊരു ഇൻസ്റ്റൻസിൽ അതിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനും പറഞ്ഞു, ഇപ്പൊ ഉപാദ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, അപ്പൊ ഭഗവത്ഗീതയുടെ അനേകം എഡിഷൻസ് ഉണ്ടാവായിരിക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, ആ ഒരു എഡിഷൻസ് ഒക്കെ വായിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ഭഗവാൻ ആരാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഏതൊരു വ്യക്തിയാണോ ഈ ഭഗവത്ഗീത ആസിറ്റീസ് യഥാരൂപം എന്ന ഈ ഗ്രന്ഥത്തിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്, ആ വ്യക്തിക്കാണ് യഥാർത്ഥമായിട്ടും ഭഗവാൻ ആരെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയും ആ വ്യക്തിക്കാണ് പൂർണ്ണമായിട്ട് ഭഗവാനെ ശരണം പ്രാപിച്ച് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ പരിപൂർണ്ണം നേടിക്കാൻ സാധിക്കുകയാണ് അവിടെ ശ്രീല പ്രഭുപാദ് പറയുന്നുണ്ട്. അപ്പം ഈ തെറ്റുപറ്റിയ വ്യക്തികൾക്ക് നമുക്ക് എങ്ങനെ തെറ്റുകളെ തിരുത്താം എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഇതിൽ പറയുന്നതാണ്, അപ്പം ഏതൊരു വ്യക്തിയാണോ ആത്മാർത്ഥമായിട്ടും ഈ ഒരു നവമീത ഭക്തി ശ്രവണം കീർത്തനം വിഷ്ണു ഈ നവമീത ഭക്തി ഏറ്റെടുത്തുകൊണ്ട് ഒരു വ്യക്തി ആത്മാർത്ഥമായിട്ട് ഇതിനെ പരിശീലിക്കുന്നു, അപ്പൊ ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും ഈ തെറ്റുകളിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കും. നമുക്ക് ഒരിക്കൽ തെറ്റുപറ്റി ഇപ്പൊ ഭൗതികലോകത്തിൽ വന്നിരിക്കുകയാണ്, നമ്മൾ തിരിച്ച് നമ്മൾ മനസ്സിലാക്കണം അല്ലേ, ഇപ്പൊ എനിക്ക് തെറ്റുപറ്റി, ഇനി അത് ചെയ്യാൻ പാടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തിരിച്ച് പോകുന്നൊരു വ്യക്തി പിന്നെ ആ തെറ്റ് മനസ്സിലാക്കിയ വ്യക്തിക്ക് സാക്ഷാത്കരിച്ച വ്യക്തിക്ക് തിരിച്ചു വരേണ്ട ഒരു ആവശ്യം വരുന്നില്ല അല്ലെ. അപ്പൊ നമ്മൾ ചിലപ്പം ശ്രീല പ്രഭുപാദ് അദ്ദേഹത്തിന്റെ ലീലാമൃതത്തിന് പറയുന്നൊരു എക്സാമ്പിൾ ഉണ്ട്. അപ്പം പ്രഭുപാദിന്റെ ഒരു കുട്ടി, അപ്പൊ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് പ്രഭുപാദിന്റെ കുട്ടി എന്ത് ചെയ്തു, അപ്പൊ ഇതുപോലത്തെ ഒരു ഫാൻ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ തുടർന്ന് പറഞ്ഞു. അപ്പൊ ആ കുട്ടി അത് പറഞ്ഞത് കേട്ടില്ല. പിന്നെ എന്ത് സംഭവിച്ചു, ആ കുട്ടി എന്ത് ചെയ്തു, അപ്പൊ അത് ഇത്രയും പറഞ്ഞത് കേൾക്കാത്തപ്പോൾ എന്ത് സംഭവിച്ചു, ശരി എന്നാ അവൻ പോയി തൊട്ട് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് മനസ്സിലാവും എന്താണെന്ന്, തെറ്റെന്താണെന്ന് മനസ്സിലാവും. അപ്പൊ ആ കുട്ടി അപ്പൊ ഫാനിന്റെ സ്പീഡ് ചെറുതായിട്ട് ലോ ചെയ്യും, ഒരു ലോ സ്പീഡിൽ വെച്ചുകൊണ്ട് ആ കുട്ടി വിരലിട്ട സമയത്ത് സംഭവിച്ചു, കയ്യിൽ ആ ബ്ലേഡ് തട്ടി. അപ്പൊ ആ കുട്ടിക്ക് മനസ്സിലായി എനിക്കിത് കറങ്ങുന്ന ഫാനിന്റെ അകത്ത് വിരലിട്ട് കഴിഞ്ഞാൽ കയ്യിൽ വേദന എടുക്കുന്നു മനസ്സിലായി. അപ്പൊ അതുപോലെ തന്നെ ഓരോ വ്യക്തികൾക്കും നമ്മൾ അവകാശം മറന്ന് ഈ ലോകത്തിൽ വന്നിരിക്കുകയാണ്. നമ്മൾ ഈ തെറ്റ് മനസ്സിലാക്കി അതിനെ തിരുത്തിക്കൊണ്ട് സാക്ഷീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും തിരിച്ച് വ്യക്തിക്ക് വരേണ്ട എം പ്രാപ നിവർത്തന്റെ തദ്ധാമ പരമമ അല്ലെ ഭഗവാൻ പറയുന്ന പോലെ തന്നെ തിരിച്ച് നമുക്കിവിടെ വരേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്.
അതിന് നമുക്ക് ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ തിരുനാമ ജപം ആണ് എളുപ്പമായിട്ട് പറയുന്നത്. കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വ്യക്തിക്ക് ഭഗവാനെ പറ്റി എല്ലാ സമയം ഓർക്കാനുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗ്ഗമാണ്. നമുക്ക് എല്ലാ സമയം അമ്പലത്തിൽ പോയി വിഗ്രഹത്തിന് ഓർക്കാൻ നമുക്ക് സാധിക്കില്ല. ചിലപ്പോൾ എല്ലാ സമയത്തും ഭഗവത്ഗീത ചിലപ്പോൾ വായിക്കാൻ സാധിക്കില്ല. എല്ലാ സമയത്തും നമുക്ക് ചിലപ്പം ഭക്തമായ സംഘം കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് എന്താ ഒരു വഴി? നമ്മൾ ഈവൻ മരണക്കിടക്കയിലാണെങ്കിൽ കൂടി ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിക്കുകയുള്ള കാര്യമാണ്. നിരന്തരം ഒരു വ്യക്തി തിരുനാമങ്ങൾ ജപിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ഭഗവാനെ വളരെ എളുപ്പമായിട്ട് ഓർക്കാൻ സാധിക്കും, അല്ലേ? നമുക്ക് അങ്ങനെ നിരന്തരം തിരുനാമം ജപിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മളത് പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് സാധിക്കുള്ളൂ. നമുക്ക് എത്രത്തോളം നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ ഭഗവാനെ തിരുനാമം ജപിക്കാൻ ശ്രമിക്കും. നമ്മൾ നടക്കുന്ന സമയത്തും നമ്മൾ ഇപ്പോൾ എവിടെയെങ്കിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് ഭഗവാന്റെ നാമം ജപിക്കാൻ നമ്മൾ ശ്രമിക്കുക. അപ്പം നമുക്ക് ശീലപ്രഭുപാദ് പറയുന്നതാണ് ക്യാൻ 16 ഓൺ ബീറ്റ്സ് ആൻഡ് അൺലിമിറ്റഡ് ഓഫ് ബീറ്റ്സ് എന്നാണ് ശീലപ്രഭുപാദ് ഒരു കോട്ടിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് 16 മാല എന്തായാലും നിർബന്ധമായിട്ട് നമ്മൾ നമ്മുടെ മാലയിൽ തന്നെ ജപിക്കുക. പിന്നുള്ളത് നമുക്ക് മാലയെ ജപിക്കാം, അല്ലെങ്കിൽ അല്ലാതെ നമുക്ക് ജപിക്കാം. എല്ലാ കയ്യിൽ മാല ഉണ്ടെങ്കിൽ മാലയെ ജപിക്കാം. അല്ലാത്ത പക്ഷം നമുക്ക് അറ്റ്ലീസ്റ്റ് നമ്മൾ ഭഗവാന്റെ നാമം ജപിക്കുകയാണെന്ന് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ശീലപ്രഭുപാദ്. അപ്പൊ അങ്ങനെ നിരന്തരം ഒരു വ്യക്തി ഭഗവാന്റെ തിരുനാമം ജപിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ പറ്റിയ തെറ്റിൽ നിന്ന് പൂർണ്ണമായിട്ടും പുറത്തു വരാൻ സാധിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അങ്ങനെ നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കാനുള്ള കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അതിന് നമുക്ക് എന്താണ് 3 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ആത്മീയ ജീവിതത്തിൽ. അപ്പോൾ 3 കാര്യങ്ങൾ എന്ന് പറയുന്നത് ഞാൻ ലെക്ചറിൽ കേട്ടാണ്. അപ്പൊ അതിൽ 3 ഭാഗമാണ് പറയുന്നത്. അപ്പോൾ ഒന്നെന്താണ്? ഭക്ത, ഭക്തി, ഭഗവാൻ. 3 കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ 3 ഭാഗം അല്ലെ? അപ്പൊ അതെന്താണ്? ഭക്തന്മാരുടെ സംഘമാണ്, എന്നാലും നമുക്ക് ഭക്തി ചെയ്യാൻ സാധിക്കും. അപ്പൊ ഭക്തി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എന്താ കിട്ടുക? അൾട്ടിമേറ്റ്ലി ഭഗവാന്റെ ആശ്രയം ലഭിക്കും എന്നുള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് ഭൗതിക ലോകത്തിൽ നമുക്ക് വേണ്ട ഏറ്റവും പ്രയോറിറ്റി ആയിട്ടുള്ള കാര്യം ഈ 3 കാര്യങ്ങളാണ്. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും നമ്മൾ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ, ഭൗതികമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള കാര്യമോ, അല്ലെങ്കിൽ എനിക്ക് വലിയൊരു ഒരു കമ്പനിയുടെ CEO ആവുന്നതാണ് ഏറ്റവും വലിയ കാര്യം, അല്ലെങ്കിൽ ഏറ്റവും വലിയ പണക്കാരനാണ് എനിക്ക് ഏറ്റവും വലിയ കാര്യങ്ങൾ കൂടെ ചിന്തിക്കും. പക്ഷെ ഒരു ജീവാത്മാവിനെ അപേക്ഷിച്ച് അദ്ദേഹത്തിന് 3 കാര്യങ്ങൾ എന്താണ്? ഭക്തന്മാരുടെ സംഘം, പിന്നെ ഭക്തി എന്ന പ്രക്രിയ, പിന്നെ ഭഗവാൻ എന്ന പരമദൈവത്തെ കുറിച്ച്. ഈ 3 കാര്യങ്ങളാണ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ബാക്കിയുള്ള കഴിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിലെന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് ഈ 3 കാര്യങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കും. നമ്മൾ ഒരിക്കലും പറയുന്നില്ല ബാക്കിയുള്ള ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കണം എന്ന് പറയുന്നില്ല. പക്ഷെ ഈ ഓരോ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് ഭക്തന്മാരുടെ സേവനത്തിനും ഭഗവാന്റെ സേവനത്തിനും നമുക്ക് ഭക്തിയുടെ സേവനത്തിനും നമുക്ക് ഇതിനെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആചാര്യന്മാർ പറയുന്നത്. അപ്പൊ അങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഏതൊരു കാര്യത്തിനെയും ഭക്തിയുടെ സേവനത്തിൽ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് എല്ലാ കാര്യങ്ങളും ഭഗവാന്റെ ഒരു കാരുണ്യമായിട്ട് കാണാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ നിരന്തരം ഒരു വ്യക്തി ഭക്തന്മാരുടെ സംഘം എടുക്കുകയും ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ തെറ്റുകൾ എന്താണെന്ന് മനസ്സിലാക്കി പുറത്തു വരാൻ സാധിക്കും. അപ്പം നമുക്കപ്പം ഭക്തന്മാരുടെ സംഘം ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ സ്വമേധയാ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള അതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നം നമ്മൾ എടുക്കണം. ആക്ച്വലി നോക്കണം. ഭക്തന്മാരുടെ സംഘം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഇതിനൊരു ഇത് തരാണ്, അല്ലെ? നമുക്ക് എന്താ പറയാ, നമുക്കൊരു ട്രെയിനിങ് തരാണ്. നമുക്ക് എങ്ങനെ ഈ തെറ്റിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കുക എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ അതിൽ നിന്ന് പുറത്തു വരണമെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? നമുക്ക് നമ്മൾ തന്നെ അതിനുള്ള ഇത് എടുക്കണം, അല്ലെ? നമ്മൾ ഇപ്പോൾ പറയണമെങ്കിൽ നമുക്ക് പലപ്പോഴും ഒരു എക്സാമ്പിൾ പറയുന്നത്, നമ്മൾ പലപ്പോൾ ഭക്ഷണം എന്നുള്ളത് നമുക്ക് ചിലപ്പോൾ ഉണ്ടാക്കി തരും ഒരു വ്യക്തി, നമുക്കത് പാകം ചെയ്ത് തരും. ചിലപ്പോൾ ഒരാൾ വ്യക്തി സ്പൂൺ എടുത്ത് നമുക്ക് തരും, ചിലപ്പോൾ വായിൽ വരെ ഇട്ട് തരും. പക്ഷെ ചവയ്ക്കാനുള്ള കാര്യം ആരാ ചെയ്യേണ്ടത്? നമ്മൾ തന്നെ ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഭക്തന്മാരുടെ സംഘവും ഇതൊക്കെ നമ്മൾ അതിന് എക്സ്റ്റർണലി നമ്മൾ ഹെൽപ്പ് ചെയ്യും. പക്ഷെ അൾട്ടിമേറ്റ്ലി നമ്മൾ തന്നെയാണ് എന്താണ് പ്രയോറിറ്റി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരു വ്യക്തി പ്രവർത്തിക്കണം. അപ്പൊ അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അങ്ങനെ ആ തെറ്റിനെ മനസ്സിലാക്കി തിരുത്തുന്ന വ്യക്തിക്ക് തീർച്ചയായിട്ടും ഭഗവത്ധാമത്തിലോട്ട് പോകാൻ സാധിക്കുന്നുള്ള കാര്യമാണ്. അപ്പൊ ആഗ്രഹങ്ങൾ വളർത്താൻ വേണ്ടിയിട്ടാണ്, നമുക്ക് ആ ഒരു ആത്മീയമായിട്ടുള്ള ആഗ്രഹങ്ങൾ വളർത്താൻ വേണ്ടിയിട്ടാണ് ഭക്തന്മാരുടെ സംഘവും ഈ ഗ്രന്ഥങ്ങളൊക്കെ ഉള്ളത്. അപ്പം ഏതൊരു വ്യക്തി ഈ ആത്മീയ സംഘത്തിനെയും അല്ലെങ്കിൽ നമുക്ക് ഈ ഗ്രന്ഥങ്ങളെയും ആത്മാർത്ഥമായിട്ടും അതിനെ ആശ്രയം എടുക്കുന്നത് ആ വ്യക്തിക്ക് റിയലൈസ് ചെയ്യാൻ സാധിക്കും. പൂർണ്ണമായിട്ട് എന്റെ ലക്ഷ്യം ഇതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് ഈ ജീവിതത്തിന്റെ അന്ത്യത്തിൽ തിരിച്ച് ഭഗവത്ധാമത്തിലോട്ട് പോകാൻ സാധിക്കും എന്നാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് എല്ലാം നമുക്ക് കിട്ടും, പക്ഷെ എന്നാലും നമ്മൾ അൾട്ടിമേറ്റ്ലി അതിനെ നമ്മൾ എത്രത്തോളം ശരണം എടുത്തുകൊണ്ട് നമ്മൾ അതിനെ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നത് ആ ഒരു വ്യക്തിക്കാണ് പൂർണ്ണമായിട്ടും ഭഗവാന്റെ കാരുണ്യം കിട്ടുകയുള്ള കാര്യമാണ്. അപ്പൊ ഭഗവാൻ നമുക്ക് കാരുണ്യം എല്ലാ തരത്തിലും നമുക്ക് തരും, പലപ്പോഴും പല പല കാര്യങ്ങൾ നമുക്ക് തരികയായിരിക്കും. പക്ഷെ എന്നാലും ഈ കാരുണ്യത്തിൽ നമ്മൾ എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യുന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരുണ്യം എന്ന് പറയുന്നത് എന്താണ്? അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ കാരുണ്യം എന്ന് പറയുന്നത് ഒരു വ്യക്തി വേണം കൈ കുമ്പിളെടുക്കാം, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഒരു വലിയൊരു പാത്രത്തിൽ എടുക്കാം. അപ്പൊ കാരുണ്യം എത്ര വേണമെന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം പലപ്പോഴും, അല്ലേ? അപ്പൊ നമ്മൾ ചൂസ് ചെയ്ത ശേഷം ആ കാരുണ്യത്തിനെ എടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാനുള്ള കാര്യമാണ്, അല്ലെ? നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അൾട്ടിമേറ്റ്ലി നമ്മൾ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ഈ സത്സംഗങ്ങളൊക്കെ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനം അല്ലെങ്കിൽ അതിനുള്ള ഒരു ഇൻസ്പിറേഷൻ നമുക്ക് തരുമായിരിക്കും. പക്ഷെ അൾട്ടിമേറ്റ്ലി നമ്മൾ തന്നെയാണ് നമുക്ക് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് ഈ ഒരു ശ്ലോകത്തിലൂടെ പറയാനുള്ളത്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക.
ഹരേ കൃഷ്ണ പ്രഭു. തെറ്റ് പറ്റുന്നവരും തെറ്റ് പറ്റാത്തവരെ കുറിച്ച് പറഞ്ഞിരുന്നു. ഈ ഭൗതിക ലോകത്തില് നമ്മൾ വന്ന എല്ലാവരും തെറ്റ് പറ്റുന്നവരാണ്. അപ്പൊ നമുക്ക് തെറ്റ് പറ്റാത്ത ആൾക്കാർ വളരെ അപൂർവമാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അത്രയും ഉന്നതമായ ആത്മീയ വ്യക്തിത്വങ്ങൾ അവരിവിടെ പ്രചാരണത്തിന് വേണ്ടി വന്നതാണ്. പക്ഷെ നമുക്ക് ചുറ്റും കാണുന്ന എല്ലാം തെറ്റ് പറ്റുന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്ക് ഇത് ഇത്രയും ആൾക്കാരുടെ കൂടെ നമ്മൾ നോർമൽ പേഴ്സണായിട്ട് നിൽക്കുമ്പം രണ്ട് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ നോർമൽ പേഴ്സണായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് തെറ്റ് പറ്റി എന്നുള്ള ഒരു ഓർമ്മ നമുക്ക് എപ്പോഴും വരത്തില്ല. ഞാൻ ഓൾറെഡി പെർഫെക്റ്റ് ആണ്, അല്ലെങ്കിൽ ഞാൻ ഓൾറെഡി എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഞാനിവിടെ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നാണ് നമ്മുടെ ധാരണ വരുന്നത്. ഒന്നാമത്തെ, ഇൻ കേസ് ഒരു വ്യക്തി ഇതേപോലത്തെ സത്സംഗങ്ങൾ വരികയും ഇങ്ങനെ ആചാര്യന്മാർ പറയുന്നത് കേൾക്കുകയൊക്കെ ചെയ്യുമ്പം അവർക്ക് മനസ്സിലാവും തെറ്റ് പറ്റി എന്ന് അവർക്ക് മനസ്സിലാവും. ഞാൻ ഈ ജന്മമരണ ചക്രത്തിൽ വന്ന് പെട്ടിരിക്കുകയാണ്, തെറ്റിലാണ് ഞാൻ വന്നതെന്ന് മനസ്സിലാവും. അത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്. നമ്മൾ ഇതിന്റെ കൂടെ നിൽക്കുമ്പോൾ ഇങ്ങനെ അത് നമുക്ക് ബോധ്യം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മൾ 9ാം ക്ലാസ്സിൽ ചക്ഷുശ്രവണകളസ്തമാൻ ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്ക പോലെ എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ. ഒരു പാമ്പിന്റെ വായിലിരിക്കുന്ന തവളയും അപ്പോഴും ഭക്ഷണത്തിനാണ് അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എങ്ങനെ രക്ഷപ്പെടുന്നതിനെ കാട്ടിലും. അപ്പൊ അതേപോലെ നമ്മൾ ഒരുപാട് നമ്മൾ മനസ്സിലാക്കിയാലും, ഈ നമ്മൾ വീഴ്ച പറ്റി എന്ന് മനസ്സിലാക്കിയാലും ആ എൻജോയ് ചെയ്യണം എന്നുള്ള ത്വര ഭയങ്കര കൂടുതലാണ്. ഇവന്തോ ഞാൻ മരണക്കിടക്കയിൽ ഇരിക്കുന്ന അവസ്ഥയിൽ പോലും എനിക്ക് എങ്ങനെ എൻജോയ് ചെയ്യണം എന്നുള്ള ആ ഡിസയർ ആണ് കൂടുതൽ, നമ്മൾ ഇത്രയും ബുക്സുകളൊക്കെ വായിച്ചാൽ. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിക്ക് അപ്പൊ അവരോടാണ് ഇവർ പറയുന്നത് ഈ എൻജോയ്മെന്റ് വേണ്ട, ഈ 4 റെഗുലേറ്ററി പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യണം. അപ്പൊ അവർക്കാണെങ്കിൽ ഭക്തിയിൽ രുചിയും വന്നിട്ടില്ല. അപ്പൊ ആ തെറ്റ് പറ്റിയെന്ന് മനസ്സിലാക്കുന്നവരും എങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് പറ്റും? അവർക്ക് ഈ ത്വരെ മറികടന്ന് ഈ രണ്ട് ക്വസ്റ്റ്യൻസ്. എന്തൊരു ചോദ്യമാണ്. ശരിയാണ്, നമുക്ക് തെറ്റ് പറ്റാത്ത ആൾക്കാരുടെ നമുക്ക് പലപ്പോഴും സാധാരണമായിട്ട് നിൽക്കുന്ന വ്യക്തികളോട് നിൽക്കുന്ന സമയത്ത് നമുക്ക് തെറ്റ് പറ്റിയുള്ള ബോധം നമുക്ക് ഒരിക്കലും വരാറില്ല. നമ്മൾ പുതിയ നമ്മുടെ ഫ്രണ്ട്സിന്റെ കൂടെ അല്ലെങ്കിൽ ഓഫീസിലുള്ള സമയത്ത് ചിലപ്പോൾ നമ്മളൊന്നും ഇൻഫ്ലുവൻസ് ആയിരിക്കും. ചിലപ്പോൾ ശരി കുഴപ്പമില്ല, അങ്ങനെ ജീവിതം നയിച്ചാൽ എന്താ എന്നുള്ള രീതിയിൽ നമുക്ക് ചിന്ത തോന്നും. പക്ഷെ അൾട്ടിമേറ്റ്ലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും റിയലി ഹാപ്പിയാണോ ചോദിച്ചാൽ അതിൽ ആരും ഹാപ്പിയാണെന്ന് ഉത്തരം പറയാറില്ല. പലപ്പോഴും എല്ലാവരും പല പല ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ നേരിടുന്നുണ്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ഈവനിങ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോക്കോളായിട്ടുള്ള ഭൗതിക ലോകത്തിലുള്ള ഹാപ്പി ആയിട്ട് നിൽക്കുന്ന വ്യക്തികളും അവരെ അപേക്ഷിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും പലപ്പോഴും ബുദ്ധിമുട്ടുകൾ അവർ പലപ്പോഴും ഷെയർ ചെയ്യാറില്ല. പലപ്പോഴും അവർ ചിലപ്പോൾ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ അവർ ചിലപ്പോൾ അത് പുറത്ത് ഷെയർ ചെയ്യാറില്ല. അപ്പൊ അങ്ങനെ നിൽക്കുന്ന വ്യക്തികളുടെ അകത്തും പൂർണ്ണമായിട്ട് അവർക്ക് സന്തോഷം പലപ്പോഴും നേടാൻ പറ്റാറില്ല. അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും പല രീതിയിൽ ഇന്ദ്രതൃപ്തി ചെയ്താലും പലപ്പോഴും അവർക്ക് യഥാർത്ഥമായിട്ടുള്ള സന്തോഷം കിട്ടാത്തതുകൊണ്ടാണ് പലപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ ചിലപ്പം ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കും, ഒരു സിനിമയ്ക്ക് പോകും. ചിലപ്പോൾ അതിൽ പോയി അവരെ സന്തോഷം കിട്ടാൻ അവരെന്ത് ചെയ്യും, വേറൊരു സിനിമ കാണും. അങ്ങനെ നോക്കുകയാണെങ്കിൽ പലപ്പോഴും അവർ പല പ്രോസസ്സ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എങ്ങനെ സന്തോഷം കിട്ടും, എങ്ങനെ സന്തോഷം കിട്ടുന്ന അവര് ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന വ്യക്തികളോട് നിൽക്കുന്ന സമയത്തും നമുക്കും ഒരു കാര്യം നമ്മൾ ചിന്തിക്കാനും മനസ്സിലാക്കാൻ സാധിക്കും. അവര് അങ്ങനെ ഭൗതിക ജീവിതം ജീവിക്കുന്ന വ്യക്തികളിൽ പൂർണ്ണമായിട്ടും സന്തോഷം നേടിയ വ്യക്തികളെ നമുക്ക് ആരെയും ഇതിനെ കാണാൻ സാധിച്ചില്ല. അപ്പൊ എത്ര പണക്കാരന്റെ വ്യക്തിയാണെങ്കിലും ഒരിക്കലും അദ്ദേഹം പറയുന്നില്ല എനിക്ക് ഇത്ര പണം മതി, അല്ലെങ്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും കമ്പനിയുടെ ഓണർഷിപ്പ് മതി, അല്ലെങ്കിൽ ഇത്രയും ഷെയർ മതി എന്ന് ഒരിക്കലും ആരും പറയുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഒരു രീതിയിൽ ലോജിക്കലി ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഭൗതിക ലോകത്തിൽ നമ്മൾ എത്രത്തോളം ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വളർത്തിയെടുത്താലും ഒരിക്കലും യഥാർത്ഥ സന്തോഷം നമുക്ക് കിട്ടില്ല, അല്ലെ? നമുക്ക് യഥാർത്ഥമായിട്ട് സന്തോഷം നമുക്ക് അനുഭവിക്കാൻ സാധിക്കില്ല എന്ന് നമുക്ക് അവരിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ ഒരു പരിധിവരെ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ നമുക്ക് ഈ റിയലൈസേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് നമ്മൾ ശീല ഭഗവാന്റെ ഗ്രന്ഥങ്ങളും ഭക്തമായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ റിയലൈസേഷൻ ശരിക്കും കിട്ടുന്നത്. അപ്പൊ ഈവൻ ഇഫ് നമ്മൾ പലപ്പോഴും എക്സ്റ്റേണൽ ആയിട്ട് അസോസിയേഷൻ നിൽക്കുന്ന ഒരു വ്യക്തി ഈ ഒരു അസോസിയേഷൻ വരുമ്പോഴാണ് ആക്ച്വലി ഇതിനെപ്പറ്റി പലപ്പോഴും ചിന്തിക്കുന്നത്. നമ്മൾ ചിന്തിക്കണം, പലപ്പോഴും നമ്മൾ ഇങ്ങനെ ഒരു ചിന്ത പല ആൾക്കാരും 99% ആൾക്കാർ ചിന്തിച്ചിട്ടില്ല. ശരിക്കും നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് ഭൗതിക ലോകമാണ്. നമ്മൾ ജനിക്കുന്നു, കുറച്ച് നാൾ നമ്മൾ ജോലി ചെയ്യുന്നു, കുറച്ച് സമ്പാദ്യം ഉണ്ടാക്കും, തിരിച്ച് മരിക്കുന്നു, പിന്നെ ഇവിടെ പോകുന്നു. അതിനപ്പുറത്ത് ആരും ചിന്തിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് പക്ഷെ ഒരിക്കലും ഒരു വ്യക്തി ചിന്തിക്കുന്നില്ല ആക്ച്വലി എനിക്ക് എന്തുകൊണ്ടാണ് ഞാൻ ആഗ്രഹിക്കാത്ത ദുഃഖങ്ങൾ വരുന്നു, എന്തുകൊണ്ടാണ് പല ബുദ്ധിമുട്ടുകൾ എനിക്ക് ജീവിതത്തിൽ വരുന്നു, അതിനെപ്പറ്റിയുള്ള ചോദ്യങ്ങളെ പറ്റി ഒരു വ്യക്തി ചിന്തിക്കുന്നുമില്ല. അതിന് ഉത്തരങ്ങൾ ഭൗതിക ലോകത്തിൽ ഉത്തരങ്ങൾ കൊടുക്കുന്നുമില്ല. പക്ഷെ ഏതൊരു വ്യക്തിയാണ് ഒരു ഭക്തമായ സംഘത്തിൽ വരുന്നത് ആ വ്യക്തിക്കാണ് യഥാർത്ഥമാണ് ഇതിനുള്ള ഉത്തരങ്ങൾ കിട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു?
പാമ്പിന്റെ വായിലിരിക്കുന്ന തവള അതിനറിയാം മരണം അടുത്ത് വരുവാണ്. ഇപ്പൊ നമുക്കും ക്ലാസ്സുകളിൽ പറഞ്ഞു തരും നമുക്ക് മരണം ഏത് നിമിഷവും വരുമെന്ന്. എന്നിട്ട് പോലും നമ്മൾ ആ ഇന്ദ്രിയ സുഖത്തിന്റെ പുറകെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ അത്രയും അഡിക്റ്റഡ് ആണ് നമ്മൾ ആ എൻജോയ് ചെയ്യണം എന്നുള്ള. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഭക്തിയുടെ സുഖം കിട്ടിയിട്ടുമില്ല. അപ്പൊ എങ്ങനെ അദ്ദേഹത്തിന് ആത്മാർത്ഥമായി ഭക്തി പരിശീലിക്കാൻ പറ്റും? നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം ഇത് വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അനുഭവപ്പെടുന്നത്. കാരണം നമുക്ക് പൂർണ്ണമായിട്ടും ഭക്തിയിൽ രുചിയും കിട്ടിയിട്ടില്ല, അതേ സമയത്ത് നമുക്ക് ഇന്ദ്രിയ ആസ്വാദനത്തിലുള്ള ത്വര നമുക്ക് പോയിട്ടുമില്ല. അപ്പം ഇങ്ങനൊരു അവസ്ഥയിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു വിശ്വാസം നമുക്ക് കൊടുത്താലേ നമുക്ക് ഉയരാൻ സാധിക്കുള്ളൂ. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കും? നമുക്ക് ഭൗതിക ലോകത്തിൽ ഞാൻ ഇന്ദ്രിയതൃപ്തി ചെയ്തു നോക്കാം നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ എത്ര തൃപ്തി ചെയ്താലും നമുക്ക് പൂർണ്ണ ആസ്വാദനം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല. നമുക്ക് എന്തൊരു കാര്യം ആസ്വദിച്ചാലും കുറച്ച് കഴിയുമ്പോൾ അതിൽ പൂർണ്ണ രുചി അല്ലെങ്കിൽ അതിനൊരു ആസ്വാദനം നമുക്ക് ലഭിക്കുന്നില്ല പലപ്പോഴും. നമ്മൾ എന്തൊരു കാര്യം ചെയ്താലും അപ്പൊ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് നമുക്കൊരു ബോർഡമായിട്ട് തോന്നാറുണ്ട് പലപ്പോഴും. അപ്പൊ അതേ സമയത്ത് ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന്റെ റിസൾട്ട് പലപ്പോഴും കിട്ടാറുണ്ട്. പക്ഷെ നമ്മുടെ മനസ്സ് പലപ്പോഴും എന്താ ചെയ്യാം, കുഴപ്പമില്ല നീ അത് ചെയ്ത് നോക്കും ഇത് ചെയ്ത് നോക്കുന്ന മനസ്സ് പലപ്പോഴും നമ്മളെ ഡീവിയേറ്റ് ചെയ്യാറുണ്ട്. അല്ലെ, നമുക്ക് ഇത് ചെയ്യാൻ നോക്കും അത് ചെയ്യാൻ നോക്കുന്ന പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ആ ഒരു എൻഗേജ്മെന്റ് നിന്ന് നമ്മൾ മാറി നിൽക്കുമ്പോഴാണ് പലപ്പോഴും നമുക്ക് പൂർണ്ണമായിട്ടും അതിന്റെ രുചി അനുഭവിക്കാൻ പറ്റാത്തത്. അപ്പൊ നമ്മൾ അത് എന്താ ചെയ്യാൻ സാധിക്കുക? നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്? ഞാൻ എന്റെ മനസ്സ് അല്ലെങ്കിൽ ഞാൻ ഇംപെർഫെക്റ്റ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എനിക്ക് പറഞ്ഞു തരുന്ന ആചാര്യന്മാര് പെർഫെക്റ്റ് ആയിട്ട് ആ പ്രോസസ്സിനെ ഫോളോ ചെയ്യുന്നു ഉള്ളത് ആ വിശ്വാസം നമ്മൾ വളർത്തിയെടുത്തുകൊണ്ട് അവരുടെ വാക്യങ്ങളെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കാനുള്ള കാര്യം നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ എത്രത്തോളം അങ്ങനത്തെ വ്യക്തികളെ നമ്മൾ ഫോളോ ചെയ്യുകയും അവർ സേവനം ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് ഒരു വ്യക്തിക്ക് കാലക്രമേണ ഒരു വ്യക്തിക്ക് നമുക്ക് ആക്ച്വലി ഈ ആധ്യാത്മിക കാര്യങ്ങളിൽ ഒരു രുചി വരും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അല്ലാതെ നമ്മൾ എത്രത്തോളം ഭഗവാനെ മറന്ന് ആസ്വദിക്കാൻ ശ്രമിച്ചാലും നമുക്ക് പൂർണ്ണ സന്തോഷം ഇതുവരെ ലഭിച്ചിട്ടില്ലാതെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ പല രീതിയിലും സന്തോഷം നേടാൻ നമ്മൾ ശ്രമിച്ചു നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അതേ സമയത്ത് ഈ ആധ്യാത്മിക നമ്മളറിയാം എത്രയോ ആധ്യാത്മിക ആചാര്യമാവ് കാണുന്ന സമയത്ത് അറിയാൻ സാധിക്കും എത്രയോ വർഷങ്ങളായിട്ട് ഈ ഭക്തി പരിശീലിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ വാക്കുകളിലും പ്രവൃത്തിയിലൊക്കെ അവർ സന്തോഷം നമുക്ക് കാണാൻ സാധിക്കും. അത് എത്ര ഉത്സാഹത്തോടെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ ഇത് കണ്ടുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മൾ ശ്രമിക്കുക. എന്നാൽ അവർക്ക് ഇത്രയും സന്തോഷം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തുകൊണ്ട് നമ്മൾ നടത്തിക്കോളാം. കാരണം ഭൗതിക ജീവിതത്തിലും പല സന്തോഷങ്ങളും ഞാൻ പിന്നാലെ പോയി, പക്ഷെ ഇതിനൊന്നും എനിക്ക് യഥാർത്ഥമായ സന്തോഷം നേടാൻ സാധിച്ചില്ല. ഞാൻ എന്തുകൊണ്ട് ഇതൊന്നും ശ്രമിച്ചുകൂടാന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായിട്ടും വിശ്വാസത്തോടെ ചെയ്യാൻ നമ്മൾ ആ ഒരു പരിശീലനം ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ സമയം വളരെ കുറവാണ്, പരിമിതമാണ്. നമുക്ക് ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? ഭൗതിക ജീവിതത്തിൽ നമ്മൾ പല സന്തോഷം നേടാൻ നമ്മൾ ശ്രമിച്ചു, ഇതിൽ നിന്നും എനിക്ക് സന്തോഷം നേടാൻ സാധിച്ചില്ല. ഇനി എന്തുകൊണ്ട് ഞാൻ ഇനിയുള്ള സമയം ആത്മാർത്ഥമായിട്ടും ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചുകൂടാ എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ വ്യക്തികളുടെ ശരണം പ്രാപിച്ചുകൊണ്ട് അവരിൽ നിന്ന് നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ആത്മാർത്ഥമായിട്ട് തന്നെ പരിശീലിക്കാൻ ശ്രമിക്കുകയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയാണ്, ഭക്തി എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ എൻജോയ് ചെയ്യേണ്ടതെന്ന് എവിടെയും പറയുന്നില്ല. നമ്മൾ ഭഗവാന് സന്തോഷം കൊടുത്തുകൊണ്ട് നമുക്ക് സന്തോഷം കിട്ടുന്നുള്ള തത്വമാണ് ഭക്തിയിൽ പറയുന്നത്. നമുക്ക് അല്ലെ, നമ്മൾ വൃക്ഷത്തിന്റെ പേരിൽ വെള്ളം ഒഴിക്കുമ്പോൾ അതിന്റെ പൂക്കൾക്കും പുഷ്പങ്ങൾക്കൊക്കെ തുഷ്ടി കിട്ടുന്ന പോലെ തന്നെ നമ്മുടെ ഭഗവാൻ ആദ്യം സന്തോഷം കൊടുത്തുകൊണ്ട് നമുക്ക് എൻജോയ്മെന്റ് കിട്ടാം അല്ലെ. അപ്പൊ നമ്മുടെ ഭഗവാൻ എന്ന് പറയുന്നത് പ്രൈമറി എൻജോയറും നമ്മുടെ സെക്കൻഡറി എൻജോയറുമാണ്. അപ്പൊ നമ്മൾ ആക്ച്വലി ഈ പ്രൈമറി എൻജോയ്മെന്റ് ഭഗവാൻ കൊടുക്കാത്തതുകൊണ്ടാണ് നമുക്ക് റിയൽ ആയിട്ടുള്ള എൻജോയ്മെന്റ് പലപ്പോഴും കിട്ടാത്തത്. അപ്പൊ എപ്പോഴാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, ഞാൻ ഭഗവാൻ ആദ്യം സന്തോഷം കൊടുത്തു കഴിയുമ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കലി സന്തോഷം കിട്ടുന്ന കാര്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ കാലക്രമേണ നമുക്ക് ആ സന്തോഷം അനുഭവിക്കാൻ പറ്റും. നമുക്ക് തന്നെ അറിയാൻ സാധിക്കും നമ്മുടെ ജീവിതം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം നമുക്ക് ഭൗതികമായിട്ടുള്ള ആസക്തിയിൽ നിന്ന് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഭക്തി പരിശീലിക്കുന്ന ഒരു വ്യക്തിക്ക്. നമ്മൾ ഗ്രാജുവലി ഒരു പോസിറ്റീവ് സൈഡിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആ വിശ്വാസം, നമ്മൾ ആ ഭക്തിയിലുള്ള ആ വിശ്വാസം കൂട്ടുകയും ഭക്തമായിട്ടുള്ള സംഘം കൂട്ടുകയും നമുക്ക് ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾക്കുള്ള സമയം കൂടുതൽ ചെലവഴിക്കുമ്പോഴും നമുക്ക് ആക്ച്വലി കൂടുതലായിട്ട് നമുക്ക് ആ ഒരു സന്തോഷത്തിലോട്ട് നമുക്ക് പോകാൻ സാധിക്കും. ഓക്കെ, എന്തൊക്കെയോ പറഞ്ഞു വന്നു. പറഞ്ഞില്ല നമ്മൾ അവര് ഭക്തിയില് അവര് ചെയ്യുന്നതിന് വിശ്വാസം കൊടുത്ത് അവരുടെ മാർഗം പിന്തുടരുന്നു. അതില് പറഞ്ഞ പോയിന്റിന് ഞാൻ ആഡ് ചെയ്യാണ്. അപ്പൊ അതില് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, അവര് ചെയ്യുന്ന ഏറ്റവും ഏത് സിൻസിയർ ഡിവോട്ടിയും ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാല് അവരുടെ മോർണിംഗ് പ്രോഗ്രാമാണ്. നമുക്ക് മറ്റൊന്നും ഒരു ദിവസത്തിൽ ചേഞ്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ആ മോർണിംഗ് പ്രോഗ്രാം, അതായത് രാവിലെ എഴുന്നേക്കുക, കുളിക്കുക, നാമം ജപിക്കുക, മംഗളാരതി അറ്റൻഡ് ചെയ്യുക, ഇത് നമ്മൾ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ആ ഹോൾ ഡേയില് എത്ര സെൻസ് ഗ്രാറ്റിഫിക്കേഷനെക്കാട്ടിലും അതിനൊരു രുചി ഉണ്ടാവും. നല്ലൊരു പോയിന്റാണ്. നമ്മൾ ആദ്യത്തെ പ്രയോറിറ്റി നമ്മൾ ഭഗവാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ
ആദ്യത്തെ സമയം ഒന്ന് ഭഗവാന് കൊടുക്കണം എന്ന കാര്യം. മറ്റാർക്കും സംശയം? അപ്പൊ അതിന്റെ വിവർത്തനത്തിൽ ആദ്യം എന്താ പറഞ്ഞപ്പോ ആത്മീയലോകത്തിലുള്ളവർക്ക് തെറ്റ് പറ്റില്ല എന്നാണോ പറഞ്ഞിരിക്കുന്നത്? അതെ, ആദ്യ ലോകത്തിൽ ജീവാത്മാർക്ക് തെറ്റ് പറ്റുകയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അപ്പൊ അങ്ങനെ അവിടെ ഉള്ള ജീവാത്മാക്കൾ തെറ്റ് പറ്റിയത് കൊണ്ടാണല്ലോ നമ്മൾ. അപ്പൊ എന്തുകൊണ്ടാണ് അവിടെയുള്ളവർക്ക് തെറ്റ് പറ്റില്ല എന്ന് പറയുന്നത്? അപ്പം നമുക്കത് ഈ ഒരു ഇതിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കോണ്ടെക്സ്റ്റ് ഉള്ളൂ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം കേട്ടിടത്തോളം തന്നെ ഒരു പറയാം. അപ്പൊ നമുക്ക് ഒരിക്കൽ തെറ്റ് പറ്റിക്കില്ല, പിന്നെ വീണ്ടും നമ്മൾ തെറ്റ് അനുവർത്തിക്കില്ല എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പോകും. അപ്പം ആദിമലോകത്തിൽ നമ്മളെല്ലാവരും ആദിമലോകത്തിലായിരുന്നു, പക്ഷെ ഒരു തവണ നമ്മൾ ആ തെറ്റ് ചെയ്തു. നമ്മൾ ആ ഫാന്റെ കാര്യം പറയുന്ന പോലെ തന്നെ ഒരു തവണ കൈ ഇട്ടപ്പോൾ കുട്ടിക്ക് മനസ്സിലാകുന്ന പോലെ തന്നെ നമുക്ക് ആ രീതിയിൽ അങ്ങനെ മനസ്സിലാക്കും. തെറ്റ് പറ്റുകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി റിയലി ഒരു വ്യക്തി ഭഗവാന്റെ സന്തോഷമാണ് ചിന്തിക്കുന്നുണ്ടെങ്കിൽ തെറ്റ് പറ്റില്ല. പക്ഷെ ഏത് നിമിഷമാണ്, കാരണം ആദിമലോകത്തിൽ പോയാൽ നമുക്ക് എപ്പോഴും ഒരു ഓപ്ഷൻ നമുക്കുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഭഗവാനെ മറക്കാം, ഭഗവാന്റെ സന്തോഷത്തിന് കൂട്ടു നിൽക്കാം, അല്ലെങ്കിൽ ഭഗവാനിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു ഓപ്ഷൻ എപ്പോഴുമേ ഉണ്ട് ജീവാത്മാക്കൾ. രണ്ടാമത് പോയാലും മൂന്നാമത് പോയാലും. പക്ഷെ ഒരു തവണ വീണ ശേഷം ഒരു വ്യക്തി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ആ തെറ്റ് ചെയ്യില്ല എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അങ്ങനെ എന്തെങ്കിലും ഇത് താഴേന്ന് മുകളിലോട്ട് നോക്കുന്ന രീതിയിലാണ് പറഞ്ഞത്. നമ്മള് ഭൗതിക ലോകത്തില് തെറ്റ് പറ്റുന്നവരാണ്, ആത്മീയ ലോകത്തില് തെറ്റ് പറ്റാത്തവരാണ്. താഴേന്ന് മുകളിലോട്ട് നോക്കുക, അവിടുന്നല്ല ഇങ്ങോട്ട് വരുന്നത്. അതായത് ഇപ്പൊ നമ്മൾ ജയിലിൽ കിടക്കുന്ന ആൾക്കാര് പറയാണ് വെളിയിലുള്ളവര് തെറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അവർ അവിടെ നിൽക്കുന്നു, നമ്മൾ തെറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നതെന്ന് പറയുകയാണ്. അപ്പം അവര് ഇനി തെറ്റ് പറ്റുമോ ഇല്ലയോ എന്നുള്ളത് സെക്കൻഡറി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനല്ല അതിന്റെ ആ ശ്ലോകത്തിന്റെ ഇതിന് മീനിങ്ങിന് അർത്ഥം എന്ന് വെച്ചാൽ എറ്റേണലി അവര് ഇതല്ല എന്ന് വെച്ചാൽ എറ്റേണലി അവര് രണ്ടായിട്ട് തിരിച്ചതല്ല. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നമ്മുടെ കോണ്ടെക്സ്റ്റിൽ നിന്ന് അതിനെ നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവര് തെറ്റുപറ്റാത്തവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയാലേ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പറ്റും. അവരും നമ്മളെ പോലെ ഉള്ളവരാണ്, അവർക്കും വീഴ്ച പറ്റും നമുക്കും വീഴ്ച പറ്റും എന്ന് നമ്മൾ ചിന്തിച്ചാല് നമുക്ക് അങ്ങോട്ട് പോകാനുള്ള ഇൻസ്പിറേഷൻ കാണും. എപ്പോഴും ആ ഹയസ്റ്റ് പേഴ്സണാലിറ്റീസ് അവര് ഭാവിയിൽ വീഴാതിരിക്കോ, പക്ഷെ അവരെ ഏറ്റവും ഹയസ്റ്റ് റിഗാർഡിൽ വച്ചാൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് പറ്റൂ. ഓക്കെ, വേറെ സംശയമൊന്നും വന്നു. മാതാജിമാർക്ക് എന്തെങ്കിലും? എല്ലാരും ഒരു ക്വസ്റ്റ്യൻ സംശയം ചോദിക്കണം മാജി, കുഴപ്പമില്ല. Srimad Bhagavad Gita की से Srila Prabhupada की Samaveda Gaur Bhakti की से Sai Gaur Premanande Hari. अच्छा, रामनवमी व्यास पूजा